ഉത്തർപ്രദേശിൽ വീണ്ടും ബുൾഡോസർ രാജുമായി സർക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പൊതുഭൂമിയിൽ അനധികൃത കയ്യേറ്റമെന്നാരോപിച്ചാണ് ഇത്തവണയും മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളിൽ യു.പി. സർക്കാർ നടപടിയുമായി വന്നിരിക്കുന്നത്. സർക്കാരിന്റെ ഭൂമികളിൽ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ 10 വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളിയോടനുബന്ധിച്ച കെട്ടിടം പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഇതൊരു വിവാഹ ഹാളാണെന്നാണ് റിപ്പോർട്ട്. 30 ദിവസങ്ങൾ മുൻപ് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കുറച്ചു ദിവസങ്ങളിലായി ഇത്തരമൊരു അനധികൃത നിർമ്മാണം എന്ന പേരിൽ പല കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുന്ന നടപടിയുമായാണ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. പള്ളിയുടെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ജില്ലാ ഭരണകൂടം പള്ളി നീക്കം ചെയ്യുന്നത് 4 ദിവസത്തേക്ക് നീട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ നിശ്ചയിച്ച സമയത്തിനകം പള്ളിയും പൊളിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സംഭലിലെ രാരിബൂസൂർ ഗ്രാമത്തിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. 4 JCBകൾ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മസ്ജിദിന്റെ ഒരു ഭാഗം തടാകത്തിന് സമീപത്താണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും വളരെ കാലമായി ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് സർക്കാർ ഉയർത്തുന്ന വാദം. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശവും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2024 വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് സമർപ്പിച്ച കണ്ടെത്തലുകൾ സംഭലിലെ മുസ്ലിം പുരോഹിതന്മാർ തള്ളിക്കളഞ്ഞിരുന്നു. ജില്ലയുമായി ബന്ധപ്പെട്ട ജനസംഖ്യാപരവും സുരക്ഷാപരവുമായ അധികൃതരുടെ വിലയിരുത്തലുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അന്ന് പുരോഹിതന്മാർ പറയുകയുണ്ടായി. എന്തായാലും യോഗിയുടെ മുസ്ലിം ജനതയോടുള്ള അനിഷ്ടം ഇതുവരെയും തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.